പാർട്ടി നിർദ്ദേശപ്രകാരമാണ് ഇന്ന് ആ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുന്നത്. UDF ഉണ്ടാക്കിയ ധാരണകൾ നടപ്പിലാക്കുക എന്നുള്ളത് UDF നേതൃത്വത്തിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാതെ ഏകപക്ഷീയമായി മുന്നോട്ട് പോയതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങനെ നിലപാടെടുക്കേണ്ടി വന്നത്. ബ്ലോക്കിലെ ധാരണ തെറ്റി എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ടീം UDF തെറ്റി എന്നുള്ള അല്ല അതിന്റെ അർത്ഥം. ടീം UDF ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. Jam June Hypermarket, exceeding expectations. ഇന്ന് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പായിരുന്നു, ചെയർപേഴ്സൺമാരുടെ തെരഞ്ഞെടുപ്പ്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഞങ്ങളൊക്കെ UDF ആയിട്ടാണ് മത്സരിച്ചത്. കോൺഗ്രസിന് 6 അംഗങ്ങളും മുസ്ലിം ലീഗിന് 10 അംഗങ്ങളും അതുപോലെ തന്നെ കേരള കോൺഗ്രസിന് 1 അംഗം എന്നുള്ളതാണ് അവിടുത്തെ കക്ഷിനില. UDFന്റെ പാർലമെന്ററി പാർട്ടി യോഗം 2 മണിക്ക് ചേരാമെന്നായിരുന്നു UDFന്റെ പെരിന്തൽമണ്ണ നിയോജകമണ്ഡലം നേതാക്കന്മാർ അറിയിച്ചിരുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് 17 സീറ്റായിരുന്നു കഴിഞ്ഞ ഭരണസമിതിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണത്തെ ഭരണസമിതിയിൽ 19 സീറ്റ് ഉണ്ടായിരുന്നു. അധികരിച്ചു വന്ന 2 സീറ്റിൽ 1 കോൺഗ്രസിനും 1 ലീഗിനും എന്നുള്ളതായിരുന്നു തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ധാരണ. എന്നാൽ നിർഭാഗ്യവശാൽ ആ സീറ്റിൽ, കോൺഗ്രസിന് അനുവദിച്ച ആ സീറ്റിലും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകേണ്ട സാഹചര്യം വന്നപ്പോൾ മുന്നണി എന്നുള്ളവർക്കും ടീം UDF എന്നുള്ളവർക്കും ആ മുന്നണിയുടെ ഒരു കെട്ടുറപ്പിന് വേണ്ടി കോൺഗ്രസ് അന്ന് വിട്ടുവീഴ്ച ചെയ്യുകയും അന്ന് ബഹുമാനപ്പെട്ട നജീബ് കാന്തപുരം MLA സാന്നിധ്യത്തിൽ ഉണ്ടാക്കിയ ഒരു ധാരണയായിരുന്നു വരാൻ പോകുന്ന ഭരണസമിതിയിൽ കോൺഗ്രസിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധികമായി നൽകാമെന്നുള്ളത്. അതിന്റെ പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ ഇത്തവണ തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. എന്നാൽ അവിടെ വെച്ച് മുസ്ലിം ലീഗിന്റെ നിയോജകമണ്ഡല നേതാക്കന്മാർ വന്ന് 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും മുസ്ലിം ലീഗ് ഏറ്റെടുക്കുകയാണെന്ന് അറിയിക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായി ഞങ്ങൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയെയും അതുപോലെ തന്നെ KPCC വർക്കിംഗ് പ്രസിഡന്റ് പ്രിയപ്പെട്ട AP അനിൽകുമാർ MLA-യും കോൺഗ്രസിന്റെ നേതാക്കന്മാർ പ്രിയപ്പെട്ട KPCC ജനറൽ സെക്രട്ടറി V ബാബുരാജിനെയും ഒക്കെ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടി നിർദ്ദേശപ്രകാരമാണ് ഇന്ന് ആ തെരഞ്ഞെടുപ്പിൽ നിന്ന് നിന്നിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഇത് UDFന്റെ പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ വേദനയുള്ള കാര്യമാണ്. നമ്മളെ ടീം UDF ആയി മത്സരിക്കുകയും ജനങ്ങളുടെ ഇടയിൽ വലിയ മതിപ്പുണ്ടാക്കി ജനങ്ങളുടെ വലിയ പിന്തുണ നേടിയിട്ടാണ് ഞങ്ങൾ മത്സരിച്ച് വിജയിച്ചതെന്ന് ബോധ്യമുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള ഒരു പാർട്ടി എന്ന നിലക്ക് കോൺഗ്രസിന്റെ നിലനിൽപ്പിനെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഇത്തരത്തിലുള്ള തീരുമാനങ്ങളോട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇന്ന് ഈ ബഹിഷ്കരണവുമായി മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ ടീം UDF എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരളത്തിലുടനീളം തെരഞ്ഞെടുപ്പിന് നേരിട്ടത്. അതുപോലെ തന്നെയാണ് പെരിന്തൽമണ്ണ നിയോജകമണ്ഡലത്തിൽ ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് നേരിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഞങ്ങൾ സീറ്റ് ധാരണയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു വിജയം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. കോൺഗ്രസ് ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട്. പല പഞ്ചായത്തുകളിലും നമുക്ക് കിട്ടേണ്ട വാർഡുകൾ പോലും സീറ്റുകൾ പോലും വിട്ടുകൊടുത്തുകൊണ്ട് ഞങ്ങളുടെ വിജയം സുനിശ്ചിതമാക്കുക എന്നുള്ള ലക്ഷ്യമാണ് കോൺഗ്രസ് ഉണ്ടായിട്ടുള്ളത്. ഇതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിലെ പോലെ തന്നെ പല പഞ്ചായത്തുകളും, എല്ലാ പഞ്ചായത്തുകളും, നിയോജകമണ്ഡലത്തിലെ മുഴുവൻ പഞ്ചായത്തുകളും ഇതുപോലെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുമായി ബന്ധപ്പെട്ടുള്ള ധാരണകൾ നിയോജകമണ്ഡല MLA എന്നുള്ള നിലയിൽ നജീബ് കാന്തപുരത്തിൻ്റെയും അതോടൊപ്പം തന്നെ KPCCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ V ബാബുരാജിൻ്റെ നേതൃത്വത്തിൽ ചർച്ച ചെയ്ത് പല പഞ്ചായത്തുകളും സ്റ്റാൻഡിംഗ് കമ്മിറ്റിയും അങ്ങനെ ഒരു തീരുമാനമെടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യം നടക്കുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിൽ ബ്ലോക്കിൽ ആ ധാരണ ഇപ്പോൾ തെറ്റിയിരിക്കുകയാണ്. ബ്ലോക്കിലെ ധാരണ തെറ്റി എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ ടീം UDF തെറ്റി എന്നുള്ള അല്ല അതിൻ്റെ അർത്ഥം. ടീം UDF ആയിട്ട് തന്നെ മുന്നോട്ട് പോകുന്നത്. അത് ഞങ്ങളുടെ പ്രതിഷേധം ഇന്ന് അറിയിക്കുകയാണ്. എല്ലാ പഞ്ചായത്തുകളിലും അതോ മുനിസിപ്പാലിറ്റിയിലും അടക്കമുള്ള സ്ഥലങ്ങളിലുള്ള ഞങ്ങൾ ഉണ്ടാക്കിയുള്ള ധാരണ നടപ്പിലാക്കണമെന്നാണ് കോൺഗ്രസിൻ്റെ ആവശ്യം. ഒരു പ്രതിഷേധം മാത്രമാണ്. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും ഇതോടൊപ്പം തന്നെ ടീം UDF ആയിട്ട് തന്നെ മുന്നോട്ട് പോകും. സാധാരണക്കാരായ പ്രവർത്തകരുടെ ഇടയിൽ ഒരു ഇഷ്യൂ ഇല്ലാത്ത രീതിയിൽ, പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ ടീം UDF ആയിട്ട് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളതാണ് അറിയിക്കാനുള്ളത്. ഒരു പ്രതിഷേധമാണ് ഇത്. പല പഞ്ചായത്തുകളും ഇതുപോലെ ധാരണകളുണ്ട്. ആ ധാരണകളൊക്കെ നടപ്പിലാക്കണമെന്നാണ് കോൺഗ്രസിന് പറയാനുള്ളത്. അജണ്ട ഉള്ളതായിട്ട് തോന്നുന്നില്ല. അത് UDF ഉണ്ടാക്കിയ ധാരണകൾ നടപ്പിലാക്കുക എന്നുള്ള UDF നേതൃത്വത്തിന്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാതെ ഏകപക്ഷീയമായി മുന്നോട്ട് പോയതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ നിലപാടെടുക്കേണ്ടി വന്നത്. അത് പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത്.
ചില വ്യക്തികളുടെ മാത്രം താല്പര്യമാണോ എന്ന് പറയുന്നത്? വ്യക്തി താല്പര്യമാണ്, നിയോജക മണ്ഡലം തലത്തിലുള്ള വ്യക്തികളാണ്, നിയോജക മണ്ഡലം തലത്തിലുള്ള നേതാക്കന്മാരുടെ താല്പര്യങ്ങൾ അതിലുണ്ടാവും എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഞങ്ങൾ നിയോജക മണ്ഡലം തലത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ചർച്ചയല്ല നടത്തിയിട്ടുള്ളത്. ഞങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ ധാരണകളും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയും അതോടൊപ്പം തന്നെ KPCC ഒക്കെ അറിഞ്ഞുകൊണ്ടാണ് ഈ ധാരണകളൊക്കെ മുന്നോട്ട് വെച്ച് പോയിട്ടുള്ളത്. ആ ധാരണ പ്രകാരമാണ് ബ്ലോക്കിലൊരു ചെയർപേഴ്സൺ ഞങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞിട്ടുള്ളത്. ആ തീരുമാനം ലംഘിക്കപ്പെട്ടപ്പോൾ കോൺഗ്രസിൻ്റെതായ നിലപാടെടുക്കുന്നു, ഒരു പ്രതിഷേധം അറിയിക്കുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. ബ്ലോക്കിൽ ഇനിയും മൊത്തത്തിൽ ഈ ഒരു നിലപാടായിരിക്കും? അല്ല, ബ്ലോക്കിൽ പറയാലോ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഏത് സമയത്തും വേണമെങ്കിൽ മാറ്റി പുതിയ ആളുകളെ തിരഞ്ഞെടുക്കുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. നജീബ് കാന്തപുരം MLA ഇവിടെ എല്ലാ സ്ഥലത്തില്ല, അതേപോലെ തന്നെ KPCC ജനറൽ സെക്രട്ടറി ബാബുരാജും ഇവിടെ സ്ഥലത്തില്ല. ഇന്നാണ് തെരഞ്ഞെടുപ്പ് വന്നത്, രണ്ടാൾ സ്ഥലത്തില്ലാത്തതിൻ്റെ ഭാഗമായി ചർച്ച കൂടുതൽ നടത്താൻ പറ്റിയില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. നിയോജകമണ്ഡല തലത്തിലുള്ള നേതാക്കന്മാർ എടുത്ത തീരുമാനം അത് ഏകപക്ഷീയമായതുകൊണ്ടുള്ള ഒരു പ്രതിഷേധം ഞങ്ങൾ അറിയിക്കുന്നു എന്നുമാണ്. 35 വർഷത്തെ സുവർണ പാരമ്പര്യം. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇപ്പോൾ പെരിന്തൽമണ്ണയിലും. ഇന്ത്യയിലെയും യൂറോപ്പിലെയും പ്രമുഖ ഡിസൈനർമാർ ഒരുക്കുന്ന അപൂർവ ഡിസൈനുകൾ. ഡിഫറെന്റ് ബൈ ഡിസൈൻസ്, നിങ്ങളെ പോലെ സ്പെഷ്യൽ. ഓരോ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. 3 ഭാഗ്യശാലികളെ കാത്ത് വിദേശ ഹണിമൂൺ ട്രിപ്പും സൗജന്യ ഇൻഷുറൻസിനൊപ്പം കാതുകുത്തലും ഫ്രീ. സഫ ഒരുക്കുന്ന ഷോപ്പിംഗ് അനുഭവം നേരിൽ ആസ്വദിക്കൂ. സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഡിഫറെന്റ് ബൈ ഡിസൈൻസ്. സ്വർണത്തിനൊപ്പം സഫയുടെ ഉറപ്പും മനോഹാരിതയും.